മിക്ക ഗ്രൂംസും വെയർ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കളറായിരിക്കും. അഥവാ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ബ്ലേസർ, വേസ്റ്റ് കോട്ട്, പാൻറ്, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഗുഡ്. ബട്ട് ഈ ഒരു മോഡേൺ എറയിൽ കുറച്ചും കൂടി ട്രെൻഡി ആയിട്ട് മോഡേൺ ആയിട്ട് ട്രൈ കളർ കോമ്പിനേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. സോ ആ ട്രൈ കളർ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ അബ്സല്യൂട്ട്ലി നമ്മൾ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കണം. കാരണം സാധാരണ ഒരൊറ്റ സിംഗിൾ കളർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല, 3 കളേഴ്സും ബാലൻസിങ് ആയിട്ട് കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു ട്രൈ കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാണ്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള 3 കളേഴ്സ് ചൂസ് ചെയ്തിട്ട് സൂട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതല്ല. ഈ 3 കളേഴ്സും ഒരു പരിധിയിൽ കൂടുതൽ കോൺട്രാസ്റ്റ് ആവാനോ ബ്രൈറ്റ് ആവാനോ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ വേണം ഇതിനെപ്പോഴും ചെയ്തെടുക്കാനായിട്ട്. സോ അങ്ങനെ വരുമ്പോൾ ഒരു 3 ട്രൈ കളർ കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്തത് നമ്മളെ ബ്ലേസർ നേവി ബ്ലൂ ആയിരിക്കുക, വേസ്റ്റ് കോട്ട് ബേജ്, ഒരു ഗ്രേ ട്രൗസർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫസ്റ്റ് കോമ്പിനേഷൻ. ഒരു രണ്ടാമത്തെ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ ബ്ലേസർ എന്താക്കുക, ഒരു ഒലീവ് കളർ ചൂസ് ചെയ്യുക, വേസ്റ്റ് കോട്ട് ഒരു ക്രീം ഷെയ്ഡ്, ദെൻ ബ്രൗൺ ട്രൗസേഴ്സ്. ഇറ്റ് ലുക്സ് ഫാന്റാസ്റ്റിക്. മൂന്നാമത് പറയുകയാണെങ്കിൽ നമുക്ക് എന്താക്കുക, ഒരു ചാർക്കോൾ കളർ ബ്ലേസർ, ലൈറ്റ് ഗ്രേ വേസ്റ്റ് കോട്ട്, ഒരു ബ്ലാക്ക് ട്രൗസറും കൊടുക്കാം. ഇത് കൂടാതെ വേറെയും കോമ്പിനേഷൻസ് ഉണ്ട്, ബട്ട് വീഡിയോ ലെങ്ത് കൂടും. പിന്നെ ഞാൻ വേറെ ചെയ്ത മോഡൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ. കളർ കോമ്പിനേഷൻസിൻ്റെ കൂടെ തന്നെ ഒരൊറ്റ ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മൾ വേറെ ചെയ്യുന്ന വാച്ച്, റിങ്, അതുപോലെ തന്നെ ഷൂസ്, ഈ 3 കാര്യം നമ്മളെ ടോട്ടൽ ഔട്ട്ഫിറ്റിനായിട്ട് ബ്ലെൻഡ് ചെയ്യണം.